നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? നമ്പർ ലൈനിൽ ഡിവിഷൻ ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് ഡിവിഷൻ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അറിയോ എങ്ങനെയാന്ന്? അറിയോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലേ, മൾട്ടിപ്ലിക്കേഷന് നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ഡിവിഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് 1 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. അറിയോ? പഠിച്ചതല്ലേ? പഠിച്ചാണല്ലോ. മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ഡിവിഷൻ എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം. എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? പേജ് നമ്പർ 63 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 63. അതിനകത്ത് ഡിവിഷൻ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ഡിവൈഡ് 40 by 5. ഡിവൈഡ് 40 by 5. 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് നമ്മള് 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നേ. അപ്പൊ നമ്മൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കാം. എല്ലാവരും 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് എടുത്തേ. കയ്യിലുണ്ടാവുമല്ലോ, ഇല്ലേ? എഴുതി തന്നതുണ്ടോ കയ്യില്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി തന്നതുണ്ടോ? കയ്യിലുണ്ടോ? പെട്ടെന്ന് എടുത്തേ ഒന്ന്. അതിൽ 5ന്റെ ടേബിൾ എടുക്കുക. 5ന്റെ ടേബിളിൽ പ്രൊഡക്റ്റ് 40 വരുന്നത് എവിടെയാന്ന് നോക്കാം. 5ന്റെ ടേബിൾ 1 into 5 5, 2 into 5 10 അങ്ങനെ വരുന്നില്ല. 5 10 15 20 എന്ന് പറയുന്ന അവിടെ 40 എവിടെയാ വരുന്നതെന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോ? ഓക്കെ, ആ 40 കിട്ടാൻ വേണ്ടി 5നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 40 കിട്ടാൻ വേണ്ടി 5നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 5 into 8 അല്ലേ? അല്ലേ? 5 into 8 ആണ് 40. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 40 കിട്ടാൻ വേണ്ടി നമ്മൾ 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നേരെ റിവേഴ്സ് ആയതുകൊണ്ട് 5 into 40 is equal to 5 into 8 is equal to 40. അങ്ങനെയാണെങ്കിൽ 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. ഇതാ ഇവിടെ നോക്കിക്കോ. Five into 8 is equal to 40. അങ്ങനെയാണെങ്കിൽ
ഇതാരെ വരച്ചിട്ടെ. വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ലിസൺ ഹിയർ. 5 into 40 ആണ്, സോറി 5 into 8 ആണ് 40. അങ്ങനെയാണെങ്കിൽ 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 40 divided by 5 is equal to 8. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ, ഏത് നമ്പറിനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്, ആ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ പ്രൊഡക്റ്റിന്റെ സ്ഥാനത്ത്, അതായത് ആൻസറിന്റെ സ്ഥാനത്ത് വരുന്നത് എവിടെയാന്ന് നോക്കുക. ഏത് ടേബിളില് ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ 40യെ നമുക്ക് 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണ്ടേ. 40യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 40 എവിടെയാ വരുന്നത് നോക്കാം. ആ 40 കിട്ടാൻ വേണ്ടി 5നെ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതിന്റെ ആൻസർ ആയി. ആ സെക്കൻഡ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഡിവൈഡ് 56 by 8. ഡിവൈഡ് 56 by 8. ആദ്യം 8ന്റെ ടേബിളിൽ 56 എവിടെയാ വരുന്നതെന്ന് നോക്കാം. 8ന്റെ ടേബിളിൽ 56 കിട്ടാൻ വേണ്ടി 8നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 7 കൊണ്ട്. ടേബിൾ പഠിച്ചിട്ടില്ല അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കറക്റ്റ് പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, 8ന്റെ ടേബിളിൽ 56 കിട്ടാൻ വേണ്ടി 8നെ നമ്മൾ 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് 56 divided by 8 is equal to 7. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് എന്താ? പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ. നമ്മൾ മുന്നേ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിവിഷന്റെയും പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുണ്ട്. 3 പ്രോപ്പർട്ടി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ, if we divide 0 by any number, we get 0 as the answer. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0 എന്ന് പറയുന്ന നമ്പറിനെ വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. 0 എന്ന് പറയുന്ന നമ്പറിനെ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും we get the answer 0. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 0നെ കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ ആൻസർ കിട്ടുന്നു അല്ലേ? മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഏത് നമ്പറിനെ നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത്. അതേപോലെ ഇവിടെ 0നെ നമ്മൾ വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും ആൻസർ കിട്ടുക. എന്നാലും നമുക്ക് 0 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടാവില്ല പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ 0 divided by 254. ഈ ചരിച്ച് വരച്ചിരിക്കുന്ന ഡിവൈഡഡ് ബൈ നാട്ടോ. കീബോർഡിനകത്ത് ഡിവിഷന്റെ സിമ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ഈ ചരിച്ചിട്ടുള്ള ഒരു വര. ഓക്കെ, 0 by 254 is equal to 0. ഇനി അതേപോലെ 0 divided by 1245 is equal to 0. ഓക്കെ, 0നെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെയായിരിക്കും ആൻസർ. എന്നാൽ നമുക്ക്
ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 0നെ നമ്മൾ വേറൊരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെ കിട്ടും. എന്നാൽ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് ഒരു മീനിങ്ലെസ് ഫാക്ട് ആണ്. 0 ഡിവൈഡഡ് ബൈ ഏതെങ്കിലും ഒരു നമ്പർ എന്ന് പറയുമ്പോൾ 0 തന്നെ. ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ that has no meaning. Okay, that is the first property. A first property on underline chedu vecho. If we divide 0 by any number, we get 0 as the answer. Text lo underline chedu veche. If we divide 0 by any number, we get 0 as the answer. That is the first property. Then second property, if we divide any number by itself, we get 1 as the answer. Underline chedo. Second property varnille. If we divide any number by itself, we get 1 as the answer. നമ്മൾ ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? എത്ര ആൻസർ കിട്ടുക? 1. ഫോർ എക്സാമ്പിൾ, For example, 25 divided by 25 is equal to 1. 25 divided by 25 is equal to 1. Any 156 divided by 156 is equal to 1. Any other pole 2547 divided by 2547 is equal to 1. ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 തന്നെയായിരിക്കും ആൻസർ കിട്ടുക. ആ ഒരു പ്രോപ്പർട്ടിയും കൂടി നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നോക്കുക. സെക്കൻഡ് പ്രോപ്പർട്ടി, if we divide any number by itself, we get 1 as the answer. Next, third property, if we divide any number by 1, we get the number itself. നമ്മൾ മുന്നേ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെയായിരിക്കും, അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിവിഷന്റെ പ്രോപ്പർട്ടിയിൽ വരുമ്പോ if we divide any number by 1, we get the number itself. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. 58 divided by 1 is equal to 58. അതേപോലെ 482 divided by 1 is equal to 482. Next, 2496 divided by 2496 is equal to 2496. നമ്മൾ ഏത് നമ്പറിനെയും ഇവിടെ 1 ആണ്. 2496 divided by 1 is equal to 2496. ആ മൂന്നാമത്തെ പ്രോപ്പർട്ടിയും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ 3 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? If we divide 0 by any number, we get 0 as the answer. 0
സീറോയെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും ആൻസർ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഇഫ് വി ഡിവൈഡ് എനി നമ്പർ ബൈ ഇറ്റ്സെൽഫ് വി ഗെറ്റ് 1 ആസ് ദി ആൻസർ. ഏതെങ്കിലും ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും ആൻസർ. തേർഡ് പ്രോപ്പർട്ടി, if we divide any number by 1 we get the number itself. ഏതെങ്കിലും ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ഇനി എക്സൈസ് 1.3 കണ്ടോ? എക്സൈസ് 1.3 അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് യൂസിങ് ദി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടേ. അവിടെ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം അതിന്റെ പ്രോപ്പർട്ടി ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അതിന്റെ ആൻസർ എഴുതാനോ. സെക്കൻഡ് വൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കണ്ടോ? 8/8, 8 divided by 8. 8നെ 8 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? 1 ആയിരിക്കും ആൻസർ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? എക്സൈസ് 1.3 അതിലെ 2 ക്വസ്റ്റ്യനും ആവുന്നത് പോലെ ചെയ്യാം കേട്ടോ. എന്താ ബെനീറ്റ? മെസ്സേജ് ചെയ്തിട്ട് പേഴ്സണൽ ആയിട്ടാണ് അയക്കുന്ന ഗ്രൂപ്പിലാ? പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. കാരണം ഗ്രൂപ്പിൽ ഇട്ടാൽ നിങ്ങളുടെ ഒരുപാട് ഹോംവർക്കും ഒക്കെ ഗ്രൂപ്പിൽ വരുന്നില്ലേ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അടുത്തത് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ടേംസ് റിലേറ്റഡ് ടു ഡിവിഷൻ. ടേംസ് റിലേറ്റഡ് ടു ഡിവിഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ് എന്നൊക്കെ? ഡിവിഡൻഡും ഡിവൈസറും കോഷ്യന്റും ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ ജെവിൻ? ഹോംവർക്ക് ഒന്നും കൂടി പറയണോ? പേജ് നമ്പർ 63. പേജ് നമ്പർ 63 എക്സൈസ് 1.3 അതിൽ കൊടുത്തിരിക്കുന്ന 2 ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പൊ ടേംസ് റിലേറ്റഡ് ടു ഡിവിഷൻ. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3 ടേംസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്. അത് ആ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് എന്താ, ഡിവൈസർ എന്താ, കോഷ്യന്റ് എന്താ. നമ്മള് ആഡ് ചെയ്ത് കിട്ടുന്നതിന്റെ ആൻസറിനെ, 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്നതിന്റെ ആൻസറിനെ എന്ത് പറയുന്നു? സം എന്ന് പറയുന്നു. SUM, സം. ഇനി സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഡിഫറൻസ് എന്ന് പറയുന്നു. ഡിഫറൻസ്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ എന്ത് പറയും? കോഷ്യന്റ് എന്ന് പറയും. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് മിസ് ടൈപ്പ് ചെയ്ത് തരുന്നത് അതേപോലെ തന്നെ നോട്ട്ബുക്കിൽ ഒരു കോളം വരച്ചിട്ട് എഴുതി വെക്കാം. ഓക്കെ, ആഡ് ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയാം? SUM, സം. ഇനി സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതിനെ എന്ത് പറയുന്നു? ഡിഫറൻസ്.
ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ എന്ത് പറയുന്നു? പ്രോഡക്റ്റ് എന്ന് പറയും. PRODUCT പ്രോഡക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ ആൻസറിനെ എന്ത് പറയുന്നു? കോഷ്യൻ. പുതിയ വേർഡ് ആയിരിക്കും, സ്പെല്ലിംഗ് പഠിക്കുക. QUOTIENT കോഷ്യൻ. അപ്പൊ ഈ 4 വേർഡ്സ് എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോ ആഡ് ദീസ് 2 നമ്പർ അല്ലെങ്കിൽ സബ്ട്രാക്ട് ദീസ് നമ്പർ എന്നൊന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരില്ല. ഫൈൻഡ് ദ സം, ഫൈൻഡ് ദ ഡിഫറൻസ്, ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, ഫൈൻഡ് ദ കോഷ്യൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇതെല്ലാരും എഴുതി വെച്ചോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ഡിവിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 ടേംസ്. ഫസ്റ്റ് വൺ ഡിവിഡൻഡ്, സെക്കൻഡ് വൺ ഡിവൈസർ, തേർഡ് വൺ കോഷ്യൻ. കോഷ്യൻ എന്താന്ന് മിസ് ഇപ്പൊ പറഞ്ഞു തന്നു. എന്താ കോഷ്യൻ? ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് കോഷ്യൻ എന്ന് പറയാം. എന്താ ബെനീറ്റ? മിസ്സേ ഇപ്പൊ കാണിച്ചു തരുമോ? കാണിച്ചു തരണോ? ഓക്കെ, പെട്ടെന്ന് എഴുതിയെടുത്തോ കേട്ടോ. സോറി, ഇവിടെ എന്നാണേ. എഴുതിയോ? ഓക്കെ. അപ്പൊ നമ്മുടെ ടൈം ഇന്ന് തീരാറായി. 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. 10 മിനിറ്റ് ഒന്നുമില്ല. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. പേജ് നമ്പർ 63, എക്സസൈസ് 1.3. ആ 2 ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്നിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പൊ ആ ടേംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോബ്ലം വെച്ചിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹോംവർക്കിന്റെ കാര്യം ആരും മറക്കണ്ട. നാളെ വൈകുന്നേരത്തിനുള്ളില് മിസ്സിന് എല്ലാവരുടെയും ഹോംവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ മിസ് എല്ലാവരുടെ വീട്ടിലേക്ക്, അയക്കാത്തവരുടെ വീട്ടിലേക്കൊക്കെ വിളിക്കും. അപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. ടേംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Yes. ബൈ. Bye.